الحمد لله الذي هدانا لخير الأديان وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على عبدك ورسولك نبينا محمد وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. فيا أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم. ഏറെ ബഹുമാനമുള്ള നമ്മുടെ പരിസരത്തിലെ സത്യവിശ്വാസികളും വിശ്വാസിനികളുമായ സഹോദരങ്ങളെ സഹോദരിമാരെ, ജീവിതത്തിൽ ഉടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി കാത്തു സൂക്ഷിച്ച് തഖ്വാബോധമുള്ളവരായി ജീവിക്കണം. അതേ അവസ്ഥയിലായി ഈ ലോകത്തോട് യാത്ര ചൊല്ലണുകോ എല്ലാവരും നിരന്തരമായി പരിശ്രമിക്കണമെന്നും അതുകായി അള്ളാഹുവോട് പ്രാർത്ഥിക്കണമെന്നും സ്വന്തത്തോടുന്ന പോലെ എല്ലാവരെയും ആദ്യമായി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. നമുക്ക് എല്ലാവർക്കും അതിൻ്റെ തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, മുഹറം മാസവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച നാം സംസാരിച്ചത്.
നാം മനസ്സിലാക്കി, മഹാനായ കലീമുല്ലാഹി മുസാ നബി അലൈഹിസ്സലാമിൻ്റെ സംഭവ ബഹുലമായിട്ടിക്കരെ ജീവിതം, അതായിട്ടിക്കറ് ഈ മാസത്തിൽ നാം ചർച്ച ചെയ്യേണ്ടതും അറിയേണ്ടതുമായ സംഭവങ്ങൾ. കാരണം മുസാ നബി അലൈഹിസ്സലാമിൻ്റെ ആ ജീവിത ചരിത്രമെന്ന് പറയുന്നത് നാം ഇന്ന് ജീവിക്കുന്ന ഈ ഇന്ത്യൻ സാഹചര്യവുമായി പല വിഷയത്തിലും ഹോലിക്കയുള്ളതായ സാമ്യതയുള്ളതായ ചരിത്ര സംഭവമായിട്ടിക്കറ്. മുസാ നബി അലൈഹിസ്സലാം ജീവിക്കുന്ന, മുസാ നബി അലൈഹിസ്സലാം ജനിക്കുന്നത് മിസ്റിലായിരുന്നല്ലോ, ഈജിപ്തിലായിരുന്നു. പരിശുദ്ധ ഖുർആനിൽ അവിടെവിടെയായി ഒരുപാട് സ്ഥലങ്ങളിൽ മറ്റു പ്രവാചകന്മാരെ പറ്റി അത്ര ഒന്നും പരാമർശിക്കാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് അധ്യായങ്ങളിൽ വിശദമായി തന്നെ അള്ളാഹു മുസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്ര സംഭവം വിവരിക്കുക നമുക്ക് കാണാൻ സാധിക്കും. മുസാ നബി അലൈഹിസ്സലാം മിസ്റിൽ ജനിക്കുന്നു. അവിടെ രണ്ട് വിഭാഗം ജനങ്ങളാണ് ഉണ്ടായത്. ഒന്ന് ഖിബ്തികൾ എന്ന് പറയുന്ന ജനത. ഖിബ്തികൾ എന്ന് പറഞ്ഞാൽ കോപ്റ്റിവ്സ്, അവിടുത്തെ തദ്ദേശീയരായിട്ടിക്കർ, അവിടുത്തെ പൂർവ്വനിവാസികളാണ് ഖിബ്തികൾ ഉണ്ട് ചെന്നെങ്കിൽ. മറ്റൊന്ന് ബനു ഇസ്രായേല്യർ, മുസാ നബി അലൈഹിസ്സലാമും മുസാ നബി അലൈഹിസ്സലാമിൻ്റെ അനുയായികൾ. ബനു ഇസ്രായേല്യർ എന്ന് പറഞ്ഞാൽ ഇസ്രായേലി മക്കൾ, അഥവാ ഇസ്രായേൽ നബിയുടെ, ഇസ്രായേൽ പ്രവാചകൻ്റെ മക്കളാണ്. അവരുടെ മക്കളുടെ മക്കൾ ഇങ്ങനെ പെരുകി വലിയ ഒരു സമുദായമായി മാറിയതാണ് ബനു ഇസ്രായേല്യർ എന്ന് പറയുന്നത്. ഇസ്രായേൽ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പൗത്രനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മൊമ്മകനാണ്. അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മകൻ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ യഅ്ഖൂബ് നബി അലൈഹിസ്സലാം. ആ യഅ്ഖൂബ് നബി അലൈഹിസ്സലാമാണ് ഇസ്രായേൽ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം പെരുകി. യൂസുഫ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ മകനാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിൻ്റെ അവിടുത്തെ ആഡളിതത്തിൽ, അവിടുത്തെ ഭരണാധികാരത്തിൽ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെട്ട ആളായിരുന്നു. പരിശുദ്ധ ഖുർആൻ ഒരു അധ്യായം തന്നെയുണ്ട്, അതെല്ലാം അതിൽ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ അധികാരത്തിൻ്റെ ഉയർന്ന സ്ഥാനങ്ങളിൽ, കുഞ്ചിക സ്ഥാനങ്ങളിൽ ബനു ഇസ്രായേലിലെത്തി. ഇത് ഖിബ്തികൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഖിബ്തികൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പൂർവ്വനിവാസികളാണ്, തദ്ദേശീയരാണ്. ബനു ഇസ്രായേൽ മറ്റൊരു നാട്ടിൽ നിന്നിട്ട് ഇങ്ങോട്ട് പലായനം ചെയ്തവരാണ്. അപ്പൊ ബനു ഇസ്രായേൽ ഒരു അധികാരത്തിന്റെ ഉയർന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഖിബ്തികൾക്ക് പേടിയായി. ഇനി ഇവന്മാരായിരിക്കുമോ നമ്മളെല്ലാം തന്നെ ഭരിക്കുന്നത്, ഇവന്മാരായിരിക്കുമോ ഇവിടുത്തെ ആളുകൾ എന്ന് പേടി വന്നു. അതുകൊണ്ട് ഇവരെ ഇല്ലാതാക്കണം, ഇവരെ ഇവിടെ നിന്ന് ഇല്ലാണ്ടാക്കണം എന്ന ചിന്ത അവിടെ ഉടലെടുത്തു. പിന്നീട് അത് അക്രമങ്ങളിലേക്ക് നീങ്ങി. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയുമായി സാമ്യമുണ്ട് ആ ചരിത്രത്തിനെന്ന് പറഞ്ഞത് കൊണ്ടാണ്. ഇന്ത്യയിലും അങ്ങനെ തന്നെയാണല്ലോ. നാനാജാതി മതസ്ഥരുള്ള ഇന്ത്യയിലും പ്രധാനമായും രണ്ട് വിഭാഗമാണ്. ഒന്ന് മുസ്ലിമീങ്ങൾ, അല്ലേ? അതേപോലെ മറ്റൊന്ന് ഇവിടുത്തെ ചിലരുടെ വാദപ്രകാരം ഇവിടുത്തെ തദ്ദേശീയരായ നമ്മുടെ സഹോദര സമുദായം. വാസ്തവത്തിൽ അവർ തദ്ദേശീയരാണ് അല്ലേ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. എങ്കിലും അവരിൽ ചിലരുടെ വാദം അങ്ങനെയാണ്. അവരിൽ ചിലരുടെ അഥവാ ഫാസിസ്റ്റ് ശക്തികളാകുന്ന ഒരു ചെറിയ വിഭാഗത്തിൻ്റെ വാദം, മുസ്ലിമീങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ കുടിയേറി പാർത്തവർ എന്നത് അത് ഇവിടുത്തെ ഫാസിസ്റ്റ് വിഭാഗത്തിൻ്റെ അഥവാ സംഘപരിവാറിൻ്റെ വാദമാണ്. അതൊരു ജൽപ്പനമാണ്. വാസ്തവത്തിൽ ഇത് ശരിയല്ല, ഇതൊരിക്കലും ശരിയല്ല. കാരണം മഹാനായ ആദം നബി അലൈഹിസ്സലാമിൻ്റെ പാദസ്പർശമേറ്റ സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആദം നബി അലൈഹിസ്സലാം ഇന്ത്യയിൽ നിന്നിട്ട് കാലിൽ നടന്നിട്ട്, കാൽനടയായിട്ട് 40ഓളം ഹജ്ജ് മക്കയിൽ പോയി ചെയ്തിട്ടുണ്ട് എന്നത് ചരിത്രമാണ്.
അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളാകുന്ന നമ്മൾ എങ്ങനെയാണ് ഇവിടെ കുടിയേറി പാർത്തവരാകുന്നത്? അപ്പോൾ അതൊരു മറ്റൊരു വിഷയമാണ്. അപ്പോൾ ബനൂ ഇസ്രായേലിനെ സംബന്ധിച്ചും അവിടെയും ഇതേപോലത്തെ ഒരു സാഹചര്യമാണ്. അവരെ ബനൂ ഇസ്രായേൽ അധികാരത്തിൻ്റെ ഉയർന്ന സ്ഥാനമാനങ്ങളിൽ എത്തിയപ്പോൾ അവരെയെല്ലാം തന്നെ അവിടുന്ന് തുടച്ചു നീക്കണം, അധികാര സ്ഥാനങ്ങളിൽ നിന്നൊക്കെ അവരെ മാറ്റി നിർത്തണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ പിന്നീട് അക്രമങ്ങളും അതേപോലെ തന്നെ മർദ്ദനങ്ങളും അവിടെ തുടങ്ങി. മനസ്സിലാക്കണം, ഇന്ത്യൻ സാഹചര്യവും അങ്ങനെയാണ്. ഇവിടെയും അതാണ് നടമാടിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇവിടെ മുസ്ലിമീങ്ങൾ 700-800 വർഷങ്ങളോളം ഇന്ത്യ രാജ്യം ഭരിച്ചിട്ടുണ്ട്. അവർ ഭരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഇവിടുത്തെ മുസ്ലിം ഭരണാധികാരികളോ അല്ലെങ്കിൽ മുസ്ലിം നേതാക്കന്മാരോ പണ്ഡിതന്മാരോ ഇവിടെ ഒരു തരത്തിലുള്ള ഒരു വംശീയതയോ അഥവാ വർഗീയ വേർതിരിവോ അല്ലെങ്കിൽ മതപരിവർത്തനമോ എന്നെങ്കിലും അവർ ഉണ്ടാക്കിയതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. പക്ഷെ സംഘപരിവാറികൾ ഇവിടെ ഒരുപാട് കളവുകളൊക്കെ ഇവിടെ പ്രചരിപ്പിക്കുന്നത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, അന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തുണ്ടായിരുന്ന ബനൂ ഇസ്രായേലിയരുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു. പരിശുദ്ധ ഖുർആൻ ആ സംഭവം നമുക്കിങ്ങനെ വിവരിക്കുന്നുണ്ട്. ഇന്ന ഫിർഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിയആ. ഇന്ന ഫിർഔന അലാ ഫിൽ അർളി, തീർച്ചയായും ഫിർഔൻ അവൻ ഭൂമിയിൽ നിഗളിച്ചു, അവൻ ഭൂമിയിൽ അഹങ്കാരം നടിച്ചു. വജഅല അഹ്ലഹാ ശിയആ, അവിടുത്തെ ആളുകളെയെല്ലാം തന്നെ അവൻ വിഭിന്നങ്ങളായ ഗ്രൂപ്പുകളാക്കി, പങ്കടങ്ങളാക്കി. എല്ലാ കാലത്തും ഫാസിസ്റ്റുകൾ അതേപോലെ തന്നെ അക്രമമായ ആഡളിത്തം നടത്തുന്നവർ ഡിവൈഡ് ആൻഡ് റൂൾ, ഇതവരുടെ നയമാണ്. ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നിട്ട് ഭരണം നടത്തുക. അതേ നിലപാടാണ് അവിടെ ഫറോവ് സ്വീകരിച്ചത്. ഫിർഔൻ എന്ന് പറഞ്ഞാൽ ഈജിപ്റ്റ് ഭരിച്ച ഭരണാധികാരികൾക്ക് മൊത്തത്തിൽ പറയുന്ന പേരാണ്. എല്ലാ ഭരണാധികാരികൾക്കും അക്കാലത്ത് പറഞ്ഞിരുന്ന പേര് ഫിർഔൻ എന്നാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഭരണം നടത്തിയ ആ ഫിർഔനിന്റെ പേര് റാംസസ് II, റാംസസ് II എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഇന്ന ഫിർഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിയആ, ഫിർഔൻ ഭൂമിയിൽ അഹങ്കാരം നടിച്ചു, അതിൻ്റെ ആളുകളെ അവൻ പല പങ്കടങ്ങളാക്കി, പല വിഭാഗമാക്കി. യസ്തളിഫു ത്വായിഫതം മിൻഹും, ഒരു വിഭാഗത്തെ അവൻ ബലഹീനരാക്കി അടിച്ചമർത്തി. യുസബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും, അവരിലെ ആണുമക്കളെ, അതേ ബനൂ ഇസ്രായേലിയരാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അവിടുത്തെ മുസ്ലിമീങ്ങൾ, അക്കാലത്തുള്ള മുസ്ലിമീങ്ങൾ. ബനൂ ഇസ്രായേലിയരെ അറുകൊല നടത്തി, ആൺകുട്ടികളെ ഗണ്ടുമക്കളെ അറുകൊല നടത്തി. വയസ്തഹീ നിസാഅഹും, അതേപോലെ തന്നെ പെൺകുട്ടികളെ പെൺമക്കളെ ജീവിക്കാൻ വിടുകയും ചെയ്തു. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, അവൻ വലിയ കുഴപ്പക്കാരിൽപ്പെട്ടവനായിരുന്നു. അല്ലാഹു പറയുന്നതാണ്, വലിയ ദംഗക്കോറന്മാരുടെ കൂട്ടത്തിൽ പെട്ടവനായിരുന്നവൻ. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു നോക്കണം, അതാണ് നമുക്ക് ആശ്വാസം നൽകുന്നത്. ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്കും ആശ്വാസം നൽകുന്നത് അതാണ്. അണ്ട് ഫിർഔൻ ആ അക്രമിയായ ആഡളിത്തകാരം എന്താണോ അവിടുത്തെ മുസ്ലിമീങ്ങളായ ബനൂ ഇസ്രായേലിയരോട് കാണിച്ചത്, അതിന്റെ പലതും നാം ഇന്ന് കാണുന്നു. ബുൾഡോസർ രാജികൾ നാം ഇന്ന് കാണുന്നു. എത്രയെത്ര പള്ളികളാ ഇവിടെ തകർക്കപ്പെട്ടത്, എത്രയെത്ര മദ്രസകളാണ് ഇവിടെ തകർക്കപ്പെട്ടത്, എത്രയെത്ര മുസ്ലിം വീടുകളാണ് ഇവിടെ തകർക്കപ്പെട്ടത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പാരമ്പര്യമുള്ള പള്ളികളുടെ അടിത്തറ തന്നെ മാന്തിക്കളയുകയാണ്, അല്ലേ? ആരെങ്കിലും ചോദിക്കുന്നവരുണ്ടോ? അങ്ങനെ ആരെങ്കിലും ശബ്ദിച്ചാൽ പിറ്റേന്ന് അവരുടെ വീടാണ് ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കപ്പെടുന്നത്, അല്ലേ? അതല്ലേ നാം കാണുന്നത്. ഈ 2 ആഴ്ച മുമ്പ്, കുറെ ദൂരം വേണ്ട, ഈ 2 ആഴ്ച മുമ്പ് UP-യിൽ എത്ര പള്ളികളാണ് തകർക്കപ്പെട്ടത്, എത്ര മദ്രസകളാണ് തകർക്കപ്പെട്ടത്. പ്രിയമുള്ള സഹോദരങ്ങളെ, എത്രയെത്ര മനുഷ്യരെയാണ് പൈശാചികമായി ഇവിടെ കൊന്നുകളഞ്ഞത്, എത്രയെത്ര ആളുകൾ കാണാതായി, എത്രയെത്ര ആളുകളെ അധികാരങ്ങളിൽ നിന്നിട്ട് മാറ്റി നിർത്തപ്പെട്ടു, എത്രയെത്ര ആളുകളുടെ വോട്ടവകാശം നിഷേധിക്കപ്പെട്ടു, എത്രയെത്ര ആളുകളുടെ സിറ്റിസൺഷിപ്പ് പൗരത്വം ഇവിടെ നിഷേധിക്കപ്പെട്ടു,
എത്രയെത്ര ആളുകളുടെ റേഷനുകളായി ഇവിടെ നിഷേധിക്കപ്പെട്ടത്. എത്രയെത്ര ആളുകളാണ് കാരാഗ്രഹത്തിന്റെ കാരിരുമ്പറക്കുള്ളിൽ, ജയിലറക്കുള്ളിൽ കഴിഞ്ഞുകൂടുന്നത് വിചാരണ തടവുകാരായി. കുറ്റവാളികളായി തെളിയിക്കപ്പെടേണ്ടതാണ്, വിചാരണ തടവുകാരായി. എത്രയെത്ര ആളുകളാണ് ആ വിചാരണ തടവുകാരായി അവിടെ മരണപ്പെട്ടു പോകുന്നത്. ഇതെല്ലാം പതുക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒറ്റടിക്കായാൽ മനുഷ്യർ അറിയല്ലോ, ഇത് ഇങ്ങനെ ആയാലും മനുഷ്യർ അറിയില്ല. നമ്മളാരെങ്കിലും അറിഞ്ഞോ ഈ 1-2 ആഴ്ച മുമ്പ് ഇങ്ങനെയെല്ലാം പള്ളികളെ തകർക്കപ്പെട്ടത് UP-യിൽ? ഇല്ല. ഇതുപോലെയാണ് ഒരു വിഭാഗത്തെ അവൻ ദുർബലരാക്കി, അടിച്ചമർത്തി, പാർശ്വവൽക്കരിക്കപ്പെട്ടു, അടിമകളാക്കി വെച്ചു. എന്നിട്ട് അല്ലാഹു തആല പറയുന്ന വാക്കുണ്ട് അതിൻ്റെ ഇവിടെ, അതാണ് നമുക്ക് ആശ്വാസം നൽകുന്നത്. وَنُرِيدُ أَن نَّمُنَّ عَلَى الَّذِينَ اسْتُضْعِفُوا فِي الْأَرْضِ وَنَجْعَلَهُمْ أَئِمَّةً وَنَجْعَلَهُمُ الْوَارِثِينَ. എന്നാൽ നാം ഇവിടെ ഉദ്ദേശിക്കുന്നത് അടിച്ചമർത്തപ്പെട്ട, അടിമകളാകപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട, മർദ്ദിതരായി, പീഡിതരായി, ചൂഷിതരായി, ദുർബലരായി കഴിഞ്ഞുകൂടുന്നവർക്ക് അനുഗ്രഹം ചൊരിയാനാണ് നാം ഉദ്ദേശിക്കുന്നത്. അല്ലാഹു പറയുന്നതാണ്. എപ്പോഴും അക്രമികളായ അരസന്മാർ കാലാകാലം ഇവിടെ ആഡളിത്തം നടത്തുമെന്നും ആരും വിചാരിക്കേണ്ട. ഫാസിസ്റ്റ് ശക്തികൾ എപ്പോഴും ആഡളിത്തം നടത്തുമെന്ന് ആരും വിചാരിക്കേണ്ട. ഒരു നാള് മർദ്ദിതർക്കുള്ള, അതേ ചൂഷിതരായ, പീഡിതരായ ജനങ്ങൾക്ക് അവർക്കിതാ അവർ നേതാക്കന്മാരാകുന്ന ഒരു കാലം വരും. അല്ലാഹു പറയുന്നു, വനജഅലഹുമുൽ വാരിസീൻ. ഈ മണ്ണിന്റെ അനന്തരാവകാശികൾ, ഈ ഭൂമിയുടെ അനന്തരാവകാശികൾ അവരെ നാം ആക്കുമെന്ന് അല്ലാഹു തആല പറയുന്നു. ഇത് അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ്, അല്ലേ? ഇത് സംഭവിച്ചില്ലേ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തും? അങ്ങനെ പീഡിതരായി കടുകടുത്ത പീഡനങ്ങൾ അനുഭവിക്കുമ്പോ മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്, മൂസാ രക്ഷപ്പെട്ടോളൂ, നിങ്ങളും നിങ്ങളുടെ അനുയായികളായ കിബ്തീകളുടെ അകയിലും മറ്റുമെല്ലാം അടിമവേല ചെയ്യുന്ന ബനു ഇസ്രായേലിനെയും കൊണ്ട നിങ്ങൾ നാട് വിടൂ, രക്ഷപ്പെടൂ എന്ന് അല്ലാഹുവിന്റെ കൽപ്പന വരുന്നു. വഹിയിലൂടെ അല്ലാഹു അറിയിച്ചു. രാത്രി പുറപ്പെടാനാണ് അല്ലാഹു പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ നമുക്കത് കാണാം. വൗഹൈനാ ഇലാ മൂസാ നസ്രി ബിഇബാദി ഇന്നകും മുത്തബഊൻ. മൂസാ നബി അലൈഹിസ്സലാമിന് നാം വഹി നൽകി, ദിവ്യ സന്ദേശം നൽകി. മൂസാ, എൻ്റെ അടിമകളെയും കൊണ്ട് താങ്കൾ ഇതാ പോകണം. അള്ളാഹിന്റെ കൽപ്പന പോലെ എല്ലാ ബനു ഇസ്രായേലിനെയും കൂടി രാത്രിക്ക് രാത്രി യാത്ര ചെയ്യുകയാണ്. ഈ യാത്ര ചെയ്യുന്നത് ഫിർഔനും കൂട്ടരും അറിഞ്ഞു. ഫിർഔനും കൂട്ടർക്ക് മിണ്ടാതിരിക്കാമായിരുന്നു. ആയിക്കോട്ടെ, അവർ വേറെ നാട്ടിൽ നിന്ന് വന്നവരല്ലേ, പോയിക്കോട്ടെ, പ്രശ്നമല്ല എന്ന് പറഞ്ഞ് അവർക്ക് ശാന്തമായി അവിടെ ഈജിപ്തിലിരിക്കാമായിരുന്നു. പക്ഷെ അവരതല്ല ചെയ്തത്. പിന്നാലെ കൂടി, മൂസാന്റെയും ബനു ഇസ്രായേലിന്റെയും പിന്നാലെ കൂടി. ഫലമ്മാ തറാഅൽ ജംആനി ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ. അങ്ങനെ പിന്നാലെ കൂടിയപ്പോ ഇതവർ കാണുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമും ബനു ഇസ്രായേല്യരും ചെങ്കടലിന്റെ റെഡ് സീയുടെ കെമ്പു സമുദ്രത്തിന്റെ അടുത്തേക്ക് എത്തുകയാണ്. പിന്നാലെ അവരെ ചേസ് ചെയ്തവരെ ഹിംബാലിച്ചും കൊണ്ട് ഫിർഔനും അവന്റെ പട്ടാളവും വരികയാണ്. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ അവിടുന്ന് പറയുകയാണ്, മൂസാ, എന്ത് പണിയാ ചെയ്തത്? ഞങ്ങളെ രാത്രിക്ക് ഇവിടെ വിളിച്ചോണ്ട് വന്ന് ശത്രുക്കളുടെ ബായയിലേക്ക് ഞങ്ങളെ എറിഞ്ഞു കൊടുക്കുകയാണോ? ഇന്നാ ലമുദ്റകൂൻ. മൂസാ, ഞങ്ങൾ കുടുങ്ങിപ്പോയല്ലേ, ഞങ്ങളിപ്പോ പിടിക്കപ്പെടുമല്ലോ. ഞങ്ങളെ നിങ്ങൾ പെരുമ്പാമ്പിന്റെ വായയിലേക്ക്, ഹബ്ബാവിന്റെ വായുടെ ഉൾഗമാണോ നിങ്ങൾ എറിഞ്ഞു കൊടുത്തത് എന്ന് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ ചൊല്ലുമ്പോഴത്തോ അവിടെ ഇതാ മൂസാ നബി അലൈഹിസ്സലാം ചെന്ന പളക്കം നിങ്ങൾ നോക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, എപ്പോഴും നമ്മുടെ പളക്കം അതായിരിക്കണം. കല്ലാ ഇന്ന മഇയ റബ്ബീ സയഹ്ദീൻ. ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കൂല. നിങ്ങൾ കുടുങ്ങിപ്പോകൂല, ബേജാറാവണ്ട. കാരണം ഇന്ന മഇയ റബ്ബീ സയഹ്ദീൻ. തീർച്ചയായും എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. ആ റബ്ബ് എനിക്കിതാ വഴി കാണിച്ചു തരും.
ആ ഉറച്ച ഒരു തീരുമാനമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം ലോകത്തിലെ പ്രവാചകന്മാരിൽ 3-ാമത്തെ സ്ഥാനം. പരിശുദ്ധ ഖുർആൻ ഉലുൽ അസ്മിൽ അങ്ങേയറ്റത്തെ മനോദാഢ്യതയുള്ള 5 പ്രവാചകന്മാരെ പറഞ്ഞപ്പോ അതിൽ 3-ാമത്തെ സ്ഥാനം കിട്ടുന്നത് ആർക്കാ? മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനാണ്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം അങ്ങനെ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കൽപ്പനയുണ്ടായി. എന്ത്? ഫൗഹൈനാ ഇലാ മൂസാ അൻദ്രിബ് ബിഅസാക്കൽ ബഹറ. മൂസാ സമുദ്രത്തിലേക്ക് അടിക്കറൂ, സമുദ്രത്തിലേക്ക് അടിക്കറൂ. മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചില്ല എന്തുകൊണ്ട് ഞാൻ സമുദ്രത്തെ കടിക്കണം. ബെത്ത കൊണ്ട് മൂസാ നബിയുടെ ഒരു ബെത്തമുണ്ടായിരുന്നു. ആ ബെത്തത്തിന് ഒരു എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ ഉടനെ തന്നെ അല്ലാഹുവിന്റെ കൽപ്പന വന്നു. മൂസാ നിങ്ങളെ ബെത്ത കൊണ്ട്, നിങ്ങളെ ലാട്ടി കൊണ്ട് സമുദ്രത്തിലേക്ക് അടിക്കറൂ. പിന്നെ എന്തുണ്ടായി? ആ സമുദ്രം 2ആയി പിളർന്നു. മൂസാ നബി അലൈഹി സ്വലാമും അനുയായികളും അതിലൂടെ രക്ഷപ്പെട്ടു. ഫിർഔനും കൂട്ടരും അവിടെ അതിൽ മുങ്ങിച്ചാവുകയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഹറം മാസം നൽകുന്ന പാഠം അതാണ്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ പാഠം അതാണ് നമുക്ക് നൽകുന്നത്. അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, അല്ലാഹുവിലുള്ള തവക്കുൽ നമുക്കുണ്ടായാൽ അത് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയമാണ്. അല്ലെങ്കിൽ ദുനിയാവിൽ നാം പരാജയപ്പെട്ടു പോകും. ദുനിയാവിൽ ആ തവക്കുലില്ല എങ്കിൽ അത് നാം നമ്മുടെ കൺമുമ്പിൽ എത്രയോ കാണുന്നു. അവിടെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ പണ്ഡിതനല്ലേ, അയാൾ ആലിമല്ലേ, അയാൾ ഖതീബല്ലേ, അയാൾ ടീച്ചറല്ലേ, പഠിപ്പാട്ടൊരാളല്ലേ, എന്തുകൊണ്ട് അയാൾ ജീവനൊടുക്കി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതില്ല, തവക്കുലില്ല, അചഞ്ചലമായ വിശ്വാസമില്ല. അപ്പുറത്ത് നമുക്ക് നോക്കിയാൽ കാണാം, വലിയ വലിയ ഡോക്ടർമാരൊക്കെ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നു അല്ലേ? നമ്മുടെ കേരളത്തിൽ കൊല്ലം ജില്ലയിലെ MBBS കഴിഞ്ഞിട്ട് PGക്ക് പഠിക്കുന്ന, MDക്ക് പഠിക്കുന്നതായിരിക്കുന്ന ഒരു വനിത, മുസ്ലിം പേരുള്ള ഒരു വനിതാ ഡോക്ടർ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തില്ലേ? എന്താണ് പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ടതിൽ നിന്നെല്ലാം തന്നെ ഒരു ഡോക്ടറാണ്. ഡോക്ടർ എന്ന് വെച്ചാൽ ഒരുപാട് സയൻസും ടെക്നോളജിയും ഒക്കെ പഠിച്ച ഒരാളാണല്ലോ. അങ്ങനെ ആകുന്ന ആൾക്കല്ലേ ഡോക്ടറാകാൻ പറ്റും. ഒരുപാട് പഠിക്കേണ്ടത് തന്നെ. ആത്മഹത്യ ചെയ്തു പോയി, താങ്ങാനാവാത്ത ടെൻഷൻ. എന്താ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം? ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിട്ടാണ്, സൂയിസൈഡ് നോട്ട്സ് എഴുതി വെച്ചിട്ടാണ് ആ മുസ്ലിം പേരുള്ള യുവതി ഡോക്ടർ, ഇതാ അതും PGക്ക് പഠിക്കുന്ന, MBBS എല്ലാം കഴിഞ്ഞ് PGക്ക് പഠിക്കുന്ന ഡോക്ടർ ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യാ കുറിപ്പിൽ എന്താ എഴുതി വെച്ചിട്ടുള്ളത്? ഈ ലോകത്ത് ഇവിടെ സ്നേഹബന്ധത്തിന് സ്ഥാനമില്ല, ഇവിടെ പണമാണ് വേണ്ടത്. അതുകൊണ്ട് ഇതാ എൻ്റെ ജീവിതം ഞാനിതാ അവസാനിപ്പിക്കരേണ്ടി ചൊന്നത്തോ. രോഗിമാർക്ക് അനസ്തേഷ്യ കൊടുക്കുന്നതായിരിക്കുന്ന മരുന്നുണ്ടല്ലേ, അനസ്തേഷ്യ കൊടുക്കുന്ന മരുന്ന് സ്വന്തം ശരീരത്തിലേക്ക്, സ്വന്തം ദേഹത്തിലേക്ക് കുത്തിവെച്ചും കൊണ്ട് ആ വനിതാ ഡോക്ടർ ആത്മഹത്യ ചെയ്തു. എന്താണ് ഇതിന്റെ കാരണമെന്ന് പിടിയുണ്ടോ? ആ ഡോക്ടറുടെ വിവാഹമെല്ലാം ഉറപ്പിച്ചിരുന്നു. അങ്ങനെ വിവാഹത്തിന്റെ ആ സമയം വിവാഹം ഉറപ്പിച്ചത് തന്നെ വേറെ ഒരു PGക്ക് പഠിക്കുന്ന, MBBS എല്ലാം കഴിഞ്ഞ ഇവരുടെ ഒരു അടുത്ത സുഹൃത്തിന് തന്നെയായിരുന്നു വിവാഹ ആലോചനയെല്ലാം തന്നെ നടത്തിയിരുന്നത്. വിവാഹത്തിന്റെ സമയമാകുമ്പോ ആ ഭർത്താവാകേണ്ട ആ ഡോക്ടർ ഇതാ ഈ യുവതി ഡോക്ടർക്ക് ഫോണിലൂടെ അറിയിക്കുകയാണ്, എൻ്റെ വാപ്പ പറയുന്നുണ്ട് എനിക്ക് നേരത്തെ നിശ്ചയിച്ചതായിട്ട് ഡൗരിയ സ്ത്രീധനം മയ്യാവല, എനിക്ക് എൻ്റെ വാപ്പ ചൊല്ലുറു 180 പൗണ് വേണം, 180 പൗണ് ബംഗാറ് വേണം, 15 ഏക്കർ സ്ഥലം വേണം, വേറെ എന്തോ MPW എന്നൊക്കെ പറഞ്ഞ കാറിന്റെ പേര് ഓർമ്മയില്ല, കോടികൾ വില വരുന്ന ആ കാറ് വേണുണ്ടോ? അബ്ബ ചൊല്ലുറു, അബ്ബരെ ഡിമാൻഡാണ്, അബ്ബരെ അനുസരിക്കാതിരിക്കണമെന്നൊക്കെ സാധ്യമല്ല എന്ന് ഫോണിലൂടെ ഇതാ യുവതി ഡോക്ടർക്ക് അറിയിച്ചപ്പോ ആ യുവതി ഡോക്ടർ വല്ലാതെ കരഞ്ഞു പോയി, പൊട്ടിക്കരഞ്ഞും കൊണ്ട് തനിക്ക് നിശ്ചയിച്ച, തനിക്ക് ഭർത്താവാകേണ്ട ആ ഡോക്ടറെ കെഞ്ചിക്കേണ് അപേക്ഷിക്കുന്നു. ഇക്കാ നിങ്ങൾ ഇപ്പൊ ഈ സമയത്ത് തന്നെ കൈവിടല്ല, നിന്റെ അബ്ബാക്ക് കഴിയുന്നതെല്ലാം നിങ്ങൾക്ക് തരണമെങ്കിൽ തീരുമാനിച്ചത്, ഇതൊന്നും എൻ്റെ അബ്ബക്ക് സാധ്യമല്ല, കൈവിടല്ല.
എന്ന് പറഞ്ഞപ്പോ ഇല്ല, എന്റെ അബ്ബക്ക് എതിരായി നിനക്ക് നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞും കൊണ്ട് അവിടെ ഫോൺ കട്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ല, പിന്നീട് ഈ വനിതാ ഡോക്ടർ പിന്നെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല, ഫോൺ തന്നെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നിവൃത്തിയില്ല, അവസാനം അനസ്തേഷ്യ കൊടുക്കുന്ന ആ മരുന്ന് സ്വന്തം ശരീരത്തിലേക്ക് കുത്തിവെച്ച് ആത്മഹത്യ ചെയ്തു. എന്റെ പ്രിയമുള്ളവർ, എന്തിന്റെ തകരാറാണിത്? എന്തിന്റെ തകരാറാണ്? വലിയ വലിയ വിദ്യാഭ്യാസം നേടിയിട്ട് കാര്യമായി നേടേണ്ട ഒരു വിദ്യാഭ്യാസം അവർക്ക് കിട്ടിയില്ല. അല്ലാഹുവിലുള്ള തവക്കുലുണ്ടായില്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത എന്ന അറിവ് പകരുന്ന ഈ വിശ്വാസം ആ വനിതാ ഡോക്ടർക്കുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ പേരൻസ്, അതിന്റെ മാതാപിതാക്കൾ അതിനെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ആത്മഹത്യയിൽ ശരണം പ്രാപിക്കേണ്ടി വരുമായിരുന്നില്ല. ആ അറിവ് അവർക്ക് കിട്ടിയില്ല. അല്ലാഹുവേ, നീ തന്നതിനെ തടയുന്നവൻ ആരുമില്ല റബ്ബേ, നീ തരാൻ ഉദ്ദേശിക്കുന്നതിനെ തടയുന്നവൻ ആരുമില്ല, നീ തടഞ്ഞതിനെ തരണുമാരുമില്ല. അല്ലാഹുവേ, നീ തീരുമാനിച്ചതേ ഉണ്ടാവുകയുള്ളൂ. എനിക്ക് എൻ്റെ റബ്ബ് ഇതിനേക്കാളും നല്ല ഒരു ഭർത്താവിനെ തരും. കല്ലാ ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം പരിപാട്ടിയ ആ തവക്കുലുണ്ടായിരുന്നുവെങ്കിൽ അവിടെ ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരുന്നില്ല. ഇതേപോലെ തന്നെ ഉസ്താദന്മാരായാലും അലിമികളായാലും എത്ര വലിയ പരിപാഠങ്ങളായാലും പ്രിയമുള്ളവരെ, കിതാബുകൾ ഏറെ ഓതിയിട്ട് കാര്യമില്ല. ഓതേണ്ട കിതാബ് ഓതിയില്ല എങ്കിൽ അങ്ങനെ ഉണ്ടാകും. ഇതൊരുപാട് ഫിഖഹിന്റെ കിതാബുകളും അല്ലേ, പിന്നെ ഇൽമു തസവ്വുഫും, അതേപോലെ ഇൽമുൽ കലാം, ഇൽമുൽ മആനി, കർമ്മശാസ്ത്രവും ധർമ്മശാസ്ത്രവും ദൈവശാസ്ത്രവും അർത്ഥശാസ്ത്രവും തർക്കശാസ്ത്രവും എല്ലാം പഠിച്ചിട്ടും പഠിക്കേണ്ട ഒരു വിജ്ഞാനമുണ്ട്, ഒരു കിതാബുണ്ട്, അത് പഠിച്ചില്ല. ഏതാണ് ആ കിതാബ്? കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ, പ്രവാചകരെ താങ്കൾക്ക് നാം അവതരിപ്പിച്ച ഈ കിതാബ് ഇത് ബർക്കത്താക്കപ്പെട്ട കിതാബാണ്, ഇത് ബർക്കത്താക്കപ്പെട്ട കിതാബാണ്. ആ കിതാബ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നുള്ള പദ്ധതിയാണ് ഇതിലുള്ളത്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഈ കിതാബ് പഠിച്ചിട്ടില്ല, ഈ കിതാബ് പഠിച്ചില്ല എങ്കിൽ പിന്നെ എങ്ങനെ പ്രിയമുള്ളവരെ നേരായ മാർഗം എങ്ങനെ ജീവിക്കണം? ഞാൻ ആരാണ്? എൻ്റെ റബ്ബ് ആരാണ്? ഞാൻ ആരാണ്? ഞാൻ എന്തിനാണ് ഈ ദുനിയാവിലേക്ക് വന്നത്? ഇനി എങ്ങോട്ടാണ് ഞാൻ പോകുന്നത്? ഇതിനെ സംബന്ധിച്ചുള്ള അറിവ് പകരുന്ന ആ കിതാബ് പഠിച്ചില്ല എങ്കിൽ വേറെ എന്ത് ശാസ്ത്രങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോ അവിടെ പരാജയപ്പെട്ടു പോകും. അതാണ് നാം കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ, നമ്മുടെ മക്കളെയും ഇത്തരത്തിലുള്ള ചിന്തയിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ കുടുംബത്തിനും നല്ല ഖൈറായ ദിശാബോധം പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വ ഇമാമിനാ വ ഖുദ്വതിനാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ സന്ദർഭങ്ങളിൽ നാം എന്ത് വേണം? അതാണ് ഈ മുഹറം മാസത്തിലൂടെ
മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിലൂടെ നാം മനസ്സിലാക്കിയത് തവക്കുൽ കൈവിട്ടു പോകാൻ പാടില്ല. തവക്കുൽ എന്നുള്ളത് കൈവിട്ടു പോകാൻ പാടില്ല. വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബു ഇന്നല്ലാഹ ബാലിഗു അംരി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, മനുഷ്യൻ അവൻ്റെ ജീവിതം ഒടുക്കുകയാണ്. തൽക്കാലത്തേക്ക് ദുനിയാവിൽ നിന്നിട്ടൊരു സുഖം കിട്ടുമല്ലോ, അവൻ വിചാരിക്കുന്ന എങ്ങനെയാണ് ഒന്ന് സുഖത്തിലായി. പക്ഷെ അതല്ല, കൂടുതൽ കൂടുതൽ പ്രയാസത്തിലേക്കാണ് പോകുന്നത്. കാലാകാലം നരകത്തിൽ കിടന്നിങ്ങനെ പെടയേണ്ടി വരും ആത്മഹത്യയിലൂടെ. പ്രിയമുള്ളവരെ, ഗൗരവമുള്ള കാര്യമാണ്. മനസ്സിൽ അങ്ങനെയുള്ളൊരു ചിന്ത വന്നു പോകാൻ പാടില്ല. ആ സമയത്ത് നമുക്ക് വേണ്ടത് തവക്കുലാണ്. നാളെ എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് അറിയുന്നവൻ അള്ളാഹുവാണ്. രണ്ട് കൈവർത്തി അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. മൂസാ നബി അലൈഹിസ്സലാം ഖൗമിനോട് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ മുസ്ലിമീങ്ങളാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കണം. മൂസാ നബി പറഞ്ഞ വാക്കാണ്. ഉടനെ തൻ്റെ ജനത അലല്ലാഹി തവക്കൽനാ, ഞങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കി. റബ്ബനാ ലാ തജഅൽനാ ഫിത്നത്തൻ ലിൽ ഖൗമിൽ ളാലിമീൻ പ്രാർത്ഥിച്ചു. അവിടുന്ന്, അള്ളാഹുവേ, അക്രമികൾക്ക് ഞങ്ങളെ നീ ബലിയാടാക്കരുതല്ല, അക്രമികൾക്ക് നീ ഞങ്ങളെ ബലിപശുവാക്കരുതല്ല. പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. എന്തുകൊണ്ട് ഇതുപോലെ പ്രാർത്ഥിക്കാൻ അവർക്ക് മനസ്സ് തോന്നുന്നില്ല? പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന റബ്ബി ഖരീബും മുജീബ്, എന്നെല്ലാം കേൾക്കുന്ന കാണുന്ന അടുത്തവനാണ് എൻ്റെ റബ്ബ് എന്ന വിശ്വാസം എന്തുകൊണ്ട് വരുന്നില്ല? ആ അറിവ് അവർക്ക് കിട്ടിയില്ല. ആ അറിവ് കിട്ടാത്തത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക. പരിശുദ്ധ ഖുർആൻ അതിൻ്റെ അന്തരാളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ഖുർആനിൻ്റെ ആളുകളായി, വക്താക്കളായി ജീവിച്ച് മരിക്കുക. അത് നാം പഠിക്കുക, നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ യഥാർത്ഥ വക്താക്കളായി, പ്രയോക്താക്കളായി ജീവിച്ച് മരിക്കണു. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പള്ളിയുടെ കലക്ഷനായി ടിക്കറ് എല്ലാവരും ഉദാരമായ നിലയ്ക്ക് അള്ളാഹുവിൻ്റെ ഈ ഭവനം നല്ല വ്യവസ്ഥാപിതമായി മുന്നോട്ട് കൊണ്ടുപോകണു. അതിന് നിങ്ങൾ ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണം. പിന്നീട് പ്രത്യേകിച്ചും മദ്രസയുടെ കൺസ്ട്രക്ഷൻ അവിടെ നടന്നുകൊണ്ടുണ്ട്. പ്രിയമുള്ളവരെ, അതിനും നിങ്ങൾ ഒരു കൈത്താങ്ങ് നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. നാളത്തെ ദിവസം സ്ത്രീകൾക്ക് പ്രത്യേകമായ ക്ലാസ് ഉണ്ടായിരിക്കും. ഇവിടെ സ്ത്രീകൾക്കുള്ള എല്ലാ ആഴ്ചയും ഉണ്ടാകുന്നു. അതുകൊണ്ട് എല്ലാ സഹോദരിമാരും ആ ക്ലാസ്സിൽ ഭാഗവാക്കാകണം. നിങ്ങളെ കൂട്ടുകാരികളെയും ആ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്ന് കഴിയുന്നത്ര അല്ലാഹുവിൻ്റെ ദീന് പഠിക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. പിന്നീട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഈ സദസ്സിലിരിക്കുന്നവർ. എത്രയോ പേര് പല വിധത്തിലുള്ള നീറുന്ന ഒരുപാട് സമസ്യകൾ, ഒരുപാട് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരൊക്കെ ഈ കൂട്ടത്തിലുണ്ടാകും, അവരുടെ കുടുംബത്തിലൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ദുരിതങ്ങൾ, എല്ലാ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, രോഗങ്ങൾ, എല്ലാ തരത്തിലുള്ള സമസ്യകൾ, വിഷമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ നിലക്ക് മാറ്റിത്തന്ന് നിവാരണം ചെയ്ത് ജീവിതത്തിലുടനീളം സമാധാനവും സന്തോഷവും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. യഥാർത്ഥ മുഅ്മിനുകളായി ജീവിച്ച് യഥാർത്ഥ മുഅ്മിനുകളായി മരിച്ച് നാളെ പരലോകത്ത് അവരുടെ സ്വർഗ്ഗപൂങ്കാവനത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون.